Audio Jungle. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വെജിറ്റബിൾ കുറുമയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ നമുക്ക് വീട്ടിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോ ആണിന്ന്. അതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടത് എന്തൊക്കെയാണെന്ന് പറയാം, അതൊന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് വെജിറ്റബിൾസ് ആണ്. അത് നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അതെടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, പൊട്ടറ്റോ, പിന്നെ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് പുറമെ പിന്നെ നമുക്ക് വേണ്ടത് ഇതൊക്കെ ചെറിയ രീതിയിൽ ഒരു സ്ക്വയർ രൂപത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ കോളിഫ്ലവർ ഇതുപോലെ ഓരോ ഇതിൽ വെച്ച് ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 സവാള നീളത്തിനരിഞ്ഞത്, പിന്നെ ഒരു 4-5 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ അടുത്തതായി വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ് കൊമത്തി ഇട്ടുക. ഒരു 2 ടേബിൾ സ്പൂണും കശ ഒന്ന് കൊമത്തി വെച്ചിട്ടുണ്ട്. ഇളം ചൂടുവെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്. 1 കപ്പ് തേങ്ങാപ്പാൽ. കുമത്താൻ വേണ്ടി വെച്ചിരിക്കുന്ന കശ 2 ടേബിൾ സ്പൂൺ, ചെറിയ ടേബിൾ സ്പൂണിലാണ് എടുത്തിരിക്കുന്നത്. അതും നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ച് ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില, ഇത് ഇത്രയുമാണ് അത്യാവശ്യം വേണ്ടത്. ഞാനിത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. കുക്കറിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർക്കേണ്ടത്. തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണയായിരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ്. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്കിനി അടുത്തത് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിനെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായി നമ്മൾ സവാള, പച്ചമുളക് ഇത് രണ്ടും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം. 3 സവാളയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പച്ചമുളക് ഒരു 6 എണ്ണം ഉണ്ട്, അതും ചേർത്ത് കൊടുക്കാം. നമ്മുടെ കുറുമയ്ക്ക് കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് സവാള ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സവാള ഇളം ബ്രൗൺ ആയിട്ടുണ്ട്, നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഇതിലോട്ട് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് കുറച്ച് വേഗമുള്ളതാണ്. ഇത് ഞാൻ ഉണങ്ങിയ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടൊമാറ്റോ, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. വലിയ 2 ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത്. ടൊമാറ്റോ ചേർത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇട്ടിരിക്കുക. ടൊമാറ്റോയൊക്കെ ഒന്ന് അലിഞ്ഞ് ഇതിലോട്ട് ചേരുന്ന സമയം വരെ. നമ്മുടെ മിക്സ് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാകും. ഇതൊക്കെ ഇത്രയും വശയ്ക്ക് നല്ല കളറൊക്കെ മാറിയതിന് ശേഷം മാത്രമേ വെജിറ്റബിൾസൊക്കെ ചേർക്കാവൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ കുറയും. ഇതൊക്കെ നല്ല മൊരിഞ്ഞ് ഇപ്പം തന്നെ കുറച്ചൊരു ഇതായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിന് എല്ലാം ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ നല്ല വലിയ പീസൊക്കെ ആണെങ്കിൽ ഒരു 2 3 ഒക്കെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചെറിയ രീതിയിൽ വേണം നമ്മുടെ ഉരുളക്കിഴങ്ങ്, ക്യാപ്സിക്കം, ക്യാരറ്റ് ഇതൊക്കെ തയ്യാറാക്കി ഇട്ട് കൊടുക്കാൻ. നമ്മുടെ കുറുമയ്ക്കുള്ള വെജിറ്റബിൾസൊക്കെ നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലത്തേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെയിറ്റ് വെക്കാതെ ഇതൊന്ന് അടച്ച് ഈ വെജിറ്റബിൾസ് ഒന്ന് കുഴഞ്ഞ് വരാൻ വേണ്ടി, ചെറിയ രീതിയിലൊന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്നതിന് ശേഷം
അതായത് കുറച്ച് വെള്ളമൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതും ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് കുറച്ച് വെള്ളം, ഈ വെജിറ്റബിൾസ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റൊക്കെ ഒന്ന് വേകാനുള്ള സാധനമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം മതിയാകും. ഇതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി അടപ്പ് കൊണ്ട് അടച്ച് വിസിൽ വെച്ച് ഒരു വിസിലിന് തന്നെ വേവിച്ച് ഇത് ഓഫാക്കി ഇടുക. കൂടുതൽ വിസിലാവുകയാണെങ്കിൽ നമ്മുടെ വെജിറ്റബിളൊക്കെ നല്ല വെന്ത് പോകും. നമുക്ക് പറക്കി എടുക്കത്തക്ക ആ ഒരു പരുവം കാണില്ല. നമ്മുടെ കുറുമയ്ക്ക് കറക്റ്റിനുള്ള വേവാണ് ആവശ്യം. അപ്പോൾ വിസിലും വെച്ച് ഒരു വിസിൽ കഴിഞ്ഞ് ഞാൻ ദാണ്ടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ വെജിറ്റബിൾസും ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് ഇളക്കി കാണിക്കാം. നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയൊക്കെ മതിയാവും, എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി വെന്ത് ഉടയരുത്. അപ്പോൾ ആവശ്യത്തിന് ഒരു വിസിലിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. നമ്മുടെ കുറുമയ്ക്ക് കൂടുതലധികം മസാലപ്പൊടികളൊന്നും ചേർക്കില്ല, കുറേശ്ശേ ചേർക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ചേർക്കാനുള്ളത്, ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞ ചേർത്തിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾ കുറുമ നല്ല ഇളം മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ചേർത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ. പിന്നെ 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല. ഇത് ഇത്രയും പൊടികൾ നമ്മുടെ ഈ മസാലയ്ക്ക് മതിയാകും. പിന്നെ ഇതിലോട്ട് നമ്മൾ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഇത്രയും തന്നെയാണ് നമ്മുടെ കുറുമയ്ക്ക് ആവശ്യമായ പൊടികൾ. പിന്നെ ഇനി ഇതിലോട്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഇതിലോട്ട് നമ്മളിനി എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കശകശയും നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടെ അടിച്ച ആ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ല മണമുണ്ട് നമ്മുടെ വെജിറ്റബിൾ കുറുമയ്ക്ക്. ഇതിൻ്റെ കൂടെ നല്ല കട്ടി തേങ്ങാപ്പാൽ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം തന്നെ ഈ തേങ്ങാപ്പാലും നമ്മുടെ വെജിറ്റബിൾ കറിയിലോട്ട് ഒഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നല്ല മണമാണ്, ഇവിടെ നിൽക്കാൻ വയ്യ. ഗരം മസാല പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതില്ലെങ്കിൽ ഗ്രാമ്പൂ, പട്ട, ഏലക്ക അതെല്ലാം കൂടി കുറച്ചൊന്ന് ഇട്ടാൽ മതിയാകും. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കുറുമ തയ്യാറായിട്ടുണ്ട്. ഇതിലിനി വേറെ ഒന്നും ചേർക്കാനില്ല. നമ്മുടെ കുറച്ച് മല്ലിയില നമ്മുടെ ഫ്ലേവറിന് നല്ല കുറുകുറാതാണ്ട് നല്ല ചാറോട് കൂടിയുള്ള നമ്മുടെ വെജിറ്റബിൾ കുറുമയാണ് തയ്യാറായിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഇതിപ്പോൾ നമ്മുടെ ചപ്പാത്തിക്ക്, അപ്പത്തിന്, ഏതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിലോട്ട് ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിയിലയും കൂടെ ചേർത്തപ്പോൾ പിന്നെ അതിൻ്റെ ഫ്ലേവറും കൂടെ ആയപ്പോൾ പറയേണ്ടതില്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ മാറ്റുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതൊന്നും നല്ലതുപോലെ വെന്ത് പോയിട്ടില്ല, ആവശ്യത്തിനുള്ള വേഗേ ആയിട്ടുള്ളൂ. എല്ലാം നമുക്ക് എന്നാൽ വെന്തിട്ടുമുണ്ട്, നല്ല വെന്തുടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഒരു വിസിൽ തന്നെ നമുക്കിതിന് ധാരാളം. അപ്പോൾ നമ്മുടെ ഈ വെജിറ്റബിൾ കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.